അസുര പ്രണയം. രചന രുദ്രാംശി പാർവതി. അവതരണം അഷിക. മിഴിയെ ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടറിനെ ഒന്നുകൂടി കാണിച്ചതിനു ശേഷമാണ് അവർ ഇറങ്ങിയത്. അതെന്റെ വണ്ടിയാണ്, നിങ്ങൾ അതിൽ വാ, ഇവരെ ഞാൻ കൊണ്ടുപോകാം. ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും യാദവ് ജഗന്റെ കയ്യിൽ അവന്റെ കാറിന്റെ കീ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ജഗൻ വേദയെ ഒന്ന് നോക്കി അനുവാദത്തിനായി. വേദ വാങ്ങാൻ പറഞ്ഞതും ജഗനും ചെറിയും അവന്റെ കയ്യിൽ നിന്നും കീ വാങ്ങി അവന്റെ കാർ എടുത്തു. യാദവ് ഡോർ തുറന്നു കൊടുത്തതും വേദ മിഴിയുമായി അവരുടെ കാറിൽ കയറി. വേദ, 2 കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനാലാണ് ഞാൻ തന്നെ നിങ്ങൾക്കൊപ്പം വന്നത്. യാദവ് ഡ്രൈവ് ചെയ്യുന്നതിനിടെ മുന്നിലെ കണ്ണാടി നോക്കി വേദയോട് പറഞ്ഞു. എന്താണ് അറിയേണ്ടത്? വേദയും തിരികെ ചോദിച്ചതും യാദവ് അവളെ നോക്കി. ഇന്നലെ മിഡ്നൈറ്റിലുണ്ടായ അറ്റാക്ക്, അത് ആദ്യം മുതലൊന്ന് പറയാൻ കഴിയുമോ? യാദവ് ചോദിച്ചു. വേദ ഇന്നലെ നടന്നത് ഓർത്തെടുത്ത് അവനോട് പറഞ്ഞു. ഇന്നലത്തെ ദിവസം തന്നെ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഓഫീസിലോ മിഴിയുടെ കോളേജിലോ മറ്റോ? അവൻ ചോദിക്കവേ വേദ മിഴിയെ ഒന്ന് നോക്കി. മിഴി തല കുനിച്ചിരുന്നു. ഓഫീസിലോ കോളേജിലോ അല്ല, ക്ഷേത്രത്തിൽ വെച്ചുണ്ടായിരുന്നു. വേദ പറഞ്ഞതും എങ്ങനെയെന്ന പോലെ യാദവ് അവരെ നോക്കി. വേദ ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് അവനോട് പറഞ്ഞു. ഓക്കെ, യാദവ് പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. വീടിന് മുന്നിലെത്തിയതും വേദയും മിഴിയും അവന് ഇറങ്ങി. എന്നെ സംശയം തോന്നുന്നില്ലേ വേദയ്ക്ക്? യാദവ് ചോദിച്ചത്. വേദ അവനെ ഒന്ന് നോക്കി. ഇല്ല, വേദ ഉറപ്പോടെ പറഞ്ഞു. അവന്റെ കണ്ണുകൾ ചുരുങ്ങി. ഇന്നലെ ആ സമയത്ത് ദേവേട്ടൻ നിങ്ങളെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേട്ടന് അത്രയും ഉറപ്പുള്ള വിശ്വാസമുള്ള ആള് ആയിരിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരാളെ വേദ സംശയിക്കില്ല. വേദ പറഞ്ഞതും യാദവ് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പാക്ക് ചെയ്തോ, ഇനി അർജുൻ വരും വരെ നിങ്ങൾ എനിക്കൊപ്പം നിന്നാ മതി. യാദവ് പറഞ്ഞതും വേദ അത് വേണോ എന്ന പോലെ അവനെ നോക്കി. ഇതെന്റെ ഡ്യൂട്ടിയാണ് വേദ, സോ അനുസരിക്കൂ, യാദവ് പറഞ്ഞുകൊണ്ട് കാറിൽ ചാരി നിന്നു. അതോടെ വേദ മിഴിയെയും കൂട്ടി അകത്തേക്ക് പോയി. അവർ പോയി കഴിഞ്ഞതും യാദവ് ഫോൺ എടുത്ത് കാറിൽ വെച്ച് സംസാരിച്ച റെക്കോർഡ് അർജുൻ അയച്ചു കൊടുത്തു. പിന്നെ ജഗനും ജെറിയും വന്നപ്പോൾ യാദവ് അവരുടെ അടുത്തേക്ക് പോയി സംസാരിച്ചു. ജഗൻ, ജെറി, ഇവിടെ നിങ്ങൾക്കൊപ്പമുള്ള ഗാർഡ്സിനെ എല്ലാം വിളിക്കൂ. യാദവ് പറഞ്ഞതും ജഗൻ എല്ലാവരെയും വിളിച്ചു. ആ വീട്ടിൽ സെക്യൂരിറ്റി ഉൾപ്പെടെ മൊത്തം 12 പേരുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളിൽ ഒരാളെ എനിക്കൊപ്പം വേണം. അതിനൊരു ചോദ്യം ഒരുത്തരം, യാദവ് പറഞ്ഞതും എല്ലാവരും അവനെ എന്തെന്ന പോലെ നോക്കി. ഇന്നലെ ഇവിടെ സംഭവിച്ച അറ്റാക്ക് അതെങ്ങനെ സംഭവിച്ചു? യാദവ് ചോദിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. ഓരോരുത്തരുടെ ചെറിയ ചലനം പോലും അവൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ജഗൻ തന്നെ ഇന്നലെ നടന്നത് അവനോട് പറഞ്ഞു. ജഗൻ, ഞാൻ ചോദിച്ചത് എങ്ങനെ സംഭവിച്ചു? ഈ വീടിന് ചുറ്റും CCTV ക്യാമറയും ഗേറ്റിൽ ഇതിനകത്തേക്ക് കടന്നുവരെ ഡിറ്റക്ട് ചെയ്യുന്ന ഉപകരണവും മതിലിൽ ഷോർട്ട് സർക്യൂട്ടും ഉള്ളപ്പോൾ എങ്ങനെ അവർ അകത്ത് കടന്നു? എങ്ങനെ പുറത്തുള്ള CCTV ആരുടെയും മുഖം പതിഞ്ഞില്ല? ഇൻവെർട്ടർ എങ്ങനെ പെട്ടെന്ന് ചീത്തായി? ഇതാണ് എനിക്കറിയേണ്ടത്. യാദവിന്റെ സ്വരം മുറുകി തുടങ്ങിയിരുന്നു. ജഗൻ അപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടതിനെ കുറിച്ച് ആലോചിച്ചത്. യാദവ്, താൻ പറയുന്നത്? ജഗൻ അവനെ നോക്കി ചോദിച്ചു. CCTV ഓഫ് ചെയ്യാനും മതിലിലെ ഗേറ്റിലെയും തടസ്സങ്ങൾ നീക്കം ചെയ്യാനും ഇൻവെർട്ടറിൽ വെള്ളം നിറയ്ക്കാനും ഒരാൾ ഇവിടെയുണ്ട്. ആരാണത്? എനിക്ക് ആ ആളെയാണ് കൂടെ വേണ്ടത്. ഇപ്രാവശ്യം അവന്റെ സ്വരം കടുക്കുന്നതിനൊപ്പം കണ്ണുകൾ ചുവപ്പ് പടർന്നു. എല്ലാവരും പരസ്പരം അതാരെന്ന പോലെ നോക്കി. അതിലൊരാൾ മാത്രം എങ്ങനെ രക്ഷപ്പെടും എന്ന പോലെ ചുറ്റും കണ്ണോടിച്ചു. ആ ആളെ യാദവ് കണ്ടെത്തുകയും ചെയ്തു. 5 minutes. ഹൂ ഈസ് ദാറ്റ് സ്പൈ? യാദവ് പറഞ്ഞുകൊണ്ട് അവന്റെ പാൻസിൽ തിരികെ വെച്ച ഗണ്ണെടുത്തു. ജഗൻ, രഞ്ജിത്ത്, ജെറി, കുറെ ചാൻസ്. കൂട്ടത്തിൽ നിന്ന് ചതിയനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഞാൻ കണ്ടെത്തിയാൽ. അവൻ പറഞ്ഞു നിർത്തി ഒന്ന് ചിരിച്ചു. ക്രൂരത നിറഞ്ഞ ചിരി. ജഗനും രഞ്ജിത്തും ജെറിയും ബാക്കിയുള്ളവരെ എല്ലാം ചോദ്യം ചെയ്തു. അവരുടെ ഫോൺ സെർച്ച് ചെയ്തു അവരെ പരിശോധിച്ചു. അവസാനം കൂട്ടത്തിൽ നിന്നും ചതിയനായ ചെന്നായി അവൻ കണ്ടെത്തി. യാദവ്. ജഗൻ അയാളെ പിടിച്ച് അവന് മുന്നിൽ നിർത്തിക്കൊണ്ട് വിളിച്ചു. ഗുഡ്. ജഗൻ, ഒരു അഡ്വൈസ് തരാം. യാദവ് ജഗൻ മുന്നിൽ പിടിച്ചു നിർത്തിയേക്കുന്നവന് നേരെ ഗൺ വെച്ചുകൊണ്ട് പറഞ്ഞു. ജഗൻ അവനെ നോക്കി. ഡോണ്ട് ട്രസ്റ്റ് എനിവൺ, ഈവൻ ഹിസ് ഓൺ ഷാഡോ. യാദവ് പറഞ്ഞത് അവൻ മനസ്സിലായി എന്ന പോലെ തലയാട്ടി. ജെറിൻ, ഒരാളെ ഷൂട്ട് ചെയ്യാൻ ഗണ്ണെടുത്താൽ ആദ്യം ഷൂട്ട് ചെയ്യണം, എന്നിട്ടേ സംസാരിക്കാൻ നിൽക്കാവൂ. ഇല്ലെങ്കിൽ അവൻ നിന്നെ തീർത്തിട്ട് പോവും. ഫോക്കസ് ഓൺ യുവർ ഗൺ. യാദവ് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെ ഒന്ന് നോക്കി അയാളുമായി അവിടെ നിന്നും നടന്നു. ഗേറ്റിന് വെളിയിൽ കിടക്കുന്ന ഒരു ബ്ലാക്ക് ജിപ്സിയിൽ ഉണ്ടായിരുന്ന 2 പേർക്ക് അയാളെ കൈമാറി. അപ്പോൾ തന്നെ ആ ജിപ്സി അവിടെ നിന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. യാദവിന്റെ പ്രവൃത്തികളെല്ലാം കണ്ടു നിൽക്കാൻ അവിടെയുള്ളവർക്ക് കഴിയുമായിരുന്നുള്ളൂ.
അവർക്ക് അവന്റെ മുന്നിൽ വളരെ ചെറുതായതുപോലെ തോന്നി. കുറച്ചു കഴിഞ്ഞത് വേദയും മിഴിയും ലഗേജൊക്കെയായി പുറത്തേക്ക് വന്നു. യാദവ് തന്നെ അവരുടെ ലഗേജ് അവന്റെ വണ്ടിയിൽ വെച്ചു. വേദയും മിഴിയും അവനൊപ്പം അവിടെ നിന്നും പോകുന്നത് അവരെല്ലാം കുറ്റബോധത്തോടെ നോക്കി നിന്നു. മറിച്ച് ഈ സാഹചര്യത്തിൽ അർജുനാണ് ഉണ്ടായിരുന്നതെങ്കിൽ തങ്ങളിൽ ആരും ഇപ്പോൾ ജീവനോടെ ഉണ്ടാവുകയായിരുന്നില്ല എന്നുകൂടി അവർ ഓർത്തു. യാദവ് അവരെയും കൊണ്ടുപോയത് അവന്റെ വീട്ടിലേക്കായിരുന്നു. ഒരു നിലയുള്ള അത്യാവശ്യം വലിപ്പമുള്ളൊരു വീട്. റബ്ബർ തോട്ടം കഴിഞ്ഞ് കുറച്ചധികം ഉള്ളിലുള്ള ആ വീട് കണ്ടതും വേദയും മിഴിയും പരസ്പരം നോക്കി. യാദവ് കാറിൽ നിന്നിറങ്ങി അവരുടെ ലഗേജ് എല്ലാം എടുത്ത് ആ വീട്ടിന് തുറന്നകത്തേക്ക് കയറി. കയറുന്ന കൂട്ടത്തിൽ പുറത്തുനിന്ന് ചുറ്റും നോക്കുന്നവരെ അവനൊന്ന് നോക്കി. ചേച്ചി, ഇതെന്താ? നമ്മൾ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ കൊണ്ടുവന്നാണോ? മിഴി സംശയത്തോടെ ചോദിച്ചു. എനിക്കും അതാ തോന്നുന്നേ, ഇങ്ങനൊരു സ്ഥലം. വേദയും അവളെ അനുകൂലിച്ചു. അതെ, ഭംഗി നോക്കിക്കഴിഞ്ഞെങ്കിൽ കയറി വരാം. യാദവ് വാതിലിൽ നിന്നും വിളിച്ചതും ഇരുവരും അകത്തേക്ക് കയറി. ഇതെന്റെ വീടല്ല, നിങ്ങളന്ന് ഇവിടെ നിൽക്കാനും പോണില്ല. സോ അനാവശ്യ ചിന്തകൾ വേണ്ട. യാദവ് പറഞ്ഞുകൊണ്ട് അവരെയും കൊണ്ട് ഹാളിൽ ചെന്ന് നിന്നു. ദേ, അതാണ് റൂം. രണ്ടുപേർക്കും ഒന്നിച്ചാണ്. ദേ, അതെന്റെ മുറി. പിന്നെ കിച്ചൺ ദേ ആ സൈഡ്. കുക്കിംഗ് നിങ്ങൾ തന്നെ ചെയ്യണം, എനിക്കുള്ളതും കൂടി. അവരുടെ റൂമിൽ നിന്നും എതിർവശത്തുള്ള ഇടനാഴി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. വേദയും മിഴിയും ഇതെന്ത് ജീവി എന്ന പോലെ അവനെ നോക്കി. യാദവ് അവരെ ഒന്ന് നോക്കി നടന്ന് അവന്റെ റൂമിലേക്ക് പോയി. യാദവ്, അപ്പോൾ എനിക്ക് ഓഫീസിൽ പോകാൻ, മിഴിക്ക് കോളേജിൽ പോകാനൊക്കെ? വേദ അവനോട് വിളിച്ചു ചോദിച്ചു. കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഒരിടത്തും പോകുന്നില്ല, അവൻ കൂസലില്ലാതെ പറഞ്ഞുകൊണ്ട് മുറിയിൽ കയറി ഡോറടച്ചു. ചേച്ചി, ഇങ്ങേർക്ക് എന്ത് കുഴപ്പമുണ്ട്? നമ്മളെ കൊണ്ടുവരുമ്പോൾ സ്വഭാവമുള്ളല്ലോ ഇവിടെ വന്നു കഴിഞ്ഞ്. എന്തുകൊണ്ട്? മിഴി വലിയ ആലോചനയോടെ പറഞ്ഞു. എങ്ങനെ ഇല്ലാതിരിക്കും, നിന്റെ ഏട്ടന്റെ അല്ലേ ആള്. ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതം. പിന്നെ വാ തുറന്ന് മിണ്ടുന്നുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. വേദ പറഞ്ഞുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കുന്നവളെയും വിളിച്ച് റൂമിൽ കയറി. റൂമിൽ കയറി മിഴി ഫ്രഷ് ആകാൻ പോയപ്പോൾ വേദ ഫോൺ ചാർജിങ്ങിന് വെച്ച് അവൾ ലാപ്പ് ഓപ്പൺ ചെയ്തു. അത്യാവശ്യം വേണ്ട മെയിൽസ് എല്ലാം ചെക്ക് ചെയ്തു. ഓഫീസിലെ കാര്യങ്ങൾ നീയയ്ക്കും കാവ്യയ്ക്കും ഡീറ്റെയിലായി മെയിൽ അയച്ച് കഴിഞ്ഞപ്പോഴേക്കും മിഴി പുറത്തേക്ക് വന്നിരുന്നു. അതോടെ വേദ ഫ്രഷ് ആകാൻ പോയി. മിഴി ഫോൺ എടുത്തുകൊണ്ട് ബെഡിലേക്കിരുന്നു. ഹരിയേട്ടാ, വല്ലതും അറിയുന്നുണ്ടോ? എന്തൊക്കെയാ നടക്കുന്നതും ഒരു പിടിയും കിട്ടുന്നില്ല. വേഗം വരൂ, ചേച്ചി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. മിഴി ഹരിയുടെ ഫോട്ടോ നോക്കി പരിഭവത്തോടെ പറഞ്ഞു. ഇപ്പൊ വിളിച്ചിട്ട് 2 ദിവസമായി. ഞാൻ വിളിച്ചെടുക്കുന്നത് ഏട്ടന്. ആ ശബ്ദം ഒന്ന് കേൾക്കാൻ തോന്നുന്നു. മിഴി പരാതിപ്പെട്ടി അയച്ചുകൊണ്ട് സംസാരം തുടർന്നു. വേദ കുളിച്ചുകൊണ്ട് വരുമ്പോൾ കാണുന്നത് അതാണ്. അവളൊരു ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങിയതും ഡൈനിങ് ടേബിളിൽ ഫ്ലാസ്കിൽ ചായയും സ്നാക്സ് ഇരിക്കുന്നത് കണ്ടു. വേദ മിഴിയെ കൂടി വിളിച്ച് അങ്ങോട്ടേക്ക് ചെന്നു. ഇന്നത്തെ ദിവസം നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലെന്നറിയാം. എനിക്ക് കുക്കിംഗ് ഒന്നും വശമില്ല. ഈ ചായ കുടിച്ചിട്ട് പോയി ഉണ്ടാക്കിക്കോ. യാദവ് ചായ കുടിച്ചുകൊണ്ട് കിച്ചണിൽ നിന്നും വന്നുകൊണ്ട് പറഞ്ഞു. വേദയും മിഴിയും ആ ചായ എടുത്ത് കുടിച്ചുകൊണ്ട് അവൻ കാണിച്ചു കൊടുത്ത കിച്ചണിലേക്ക് പോയി. യാദവ് അവൻ പോകുന്നതും നോക്കി അവന്റെ റൂമിലേക്ക് പോയി. അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നേരമായിരുന്നു. അർജുൻ പുറത്തുമുറ്റത്ത് നിൽക്കുന്ന വേദയ്ക്കരികിൽ ഫോൺ നീട്ടിക്കൊണ്ട് യാദവ് പറഞ്ഞു. പെട്ടെന്ന് അവനെ കണ്ടതിൽ ഭയന്നുവെങ്കിലും വേദ ഫോൺ വാങ്ങി. വേദ, ദേവേട്ട. നാളുകൾക്ക് ശേഷം മെസ്സേജിനപ്പുറം അവന്റെ ശബ്ദം കേട്ടതും പതർച്ചയോടെ വേദ വിളിച്ചു. യാദവ് അവളെ ഒന്ന് നോക്കി അകത്തേക്ക് തന്നെ കയറിപ്പോയി. അർജുനുമായി കുറച്ചു നേരം സംസാരിച്ചുകൊണ്ട് വേദ അകത്തേക്ക് കയറി വന്നു. യാദവിന് തിരികെ ഫോൺ കൊടുത്തുകൊണ്ട് മുറിയിലേക്ക് പോകുമ്പോൾ അർജുൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവളുടെ ഉള്ളിൽ. അവൾക്കിനി എന്തൊക്കെ നടക്കും എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത ടെൻഷൻ തോന്നി. അങ്ങനെ ഒച്ചിഴയുന്ന പോലെ അവരുടെ ആ വീട്ടിലെ ജീവിതം കഴിഞ്ഞുപോയി. അവർ ഇപ്പോൾ വന്നിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. വേദയ്ക്ക് കൂട്ടായി മിഴിക്ക് കൂട്ടായി വേദയും ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ അവരുടെ ബോറടി കുറഞ്ഞു. ഇതിനിടയിൽ യാദവ് അവന്റെ ജോലിയും അർജുൻ ഏൽപ്പിച്ച ഡ്യൂട്ടിയും കൃത്യമായി ചെയ്തു. ഇതിനിടയ്ക്ക് മിഴിക്ക് കോളേജിൽ പോകേണ്ട ആവശ്യം വന്നപ്പോൾ യാദവ് തന്നെയായിരുന്നു സുരക്ഷിതമായി അവരെ കൊണ്ടുപോയതും വന്നതും. ആ വീട്ടിലോ ആ പരിസരത്തോ അവർ 3 പേരെ കൂടാതെ വേറൊരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല എന്നുള്ളത് അവർക്ക് ആദ്യം ആശ്ചര്യമായിരുന്നെങ്കിൽ പിന്നീട് അതുമായി പൊരുത്തപ്പെട്ടു. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം യാദവ് പറഞ്ഞതനുസരിച്ച് രാവിലെ തന്നെ മിഴിയും വേദയും റെഡിയായി. യാദവ് അവരെയും കൊണ്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചു. മണിക്കൂറുകൾ പിന്നിട്ട് അവർ പോയത് ഒരു ഹിൽ ടോപ്പിലെ ഹോട്ടലിലേക്കായിരുന്നു. ഇവിടെ എന്താ യാദവ്? വേദ ചോദിച്ചു. വാ. യാദവ് അവരെയും കൊണ്ട് ആ ഹോട്ടലിൽ തന്നെയുള്ള 2nd ഫ്ലോറിലെ റൂമിലേക്ക് പോയി. ആ റൂമിന്റെ ബെല്ലമർത്തി യാദവിന്റെ പിന്നിലായി വേദയും മിഴിയും അകത്താരെന്നറിയാൻ കാത്തുനിന്നു. കുറച്ചു നിമിഷത്തിൽ തന്നെ ആ ഡോർ അവർക്ക് മുന്നിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ട് ഇരുവരുടെയും കണ്ണു വിഴിഞ്ഞു. അടുത്ത നിമിഷം ആ കണ്ണുകൾ ഒരുപോലെ പെയ്തു. മിഴി ഏങ്ങിക്കൊണ്ട്
മുന്നിൽ നിൽക്കുന്നവന്റെ നെഞ്ചിലേക്ക് വീണപ്പോ വേദയ്ക്ക് അതിനുപോലും കഴിയാതെ നിന്നുപോയി. ലച്ചു. ഹരി അവളുടെ തണുത്തുറഞ്ഞ കൈകളിൽ പിടിച്ച് അകത്തേക്ക് കയറിയത്. വേദ അവനെ കണ്ണു നിറച്ച് വിതുമ്പിക്കൊണ്ട് നോക്കി. അവർക്ക് മുമ്പിൽ കാണുന്നത് സ്വപ്നം പോലെ തോന്നി. വേദ അവനെ ആകെ വെപ്രാളത്തോടെ നോക്കുകയായിരുന്നു. ശ്രീ. വേദ അവന്റെ കവളിൽ കൈവച്ച് വിളിച്ചു. പൂർണ്ണ ആരോഗ്യവാനായി അവർക്ക് മുമ്പിൽ നിൽക്കുന്ന ഹരിയെ കണ്ട് സന്തോഷം കണ്ടവൾ പൊട്ടിക്കരഞ്ഞു. യാദവ് അവരെ ഒന്ന് നോക്കി ബാൽക്കണിയിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അർജുന്റെ പുറകിൽ ചെന്ന് നിന്നു. ബായ്. യാദവ് വിളിച്ചതും അർജുൻ അവനെ മുഖം ചരിച്ചു നോക്കി. വാട്ട് നെക്സ്റ്റ്? യാദവിന്റെ ചോദ്യത്തിൽ വേട്ടയ്ക്കിറങ്ങുന്ന മൃഗത്തിന്റെ ശൗര്യത്തോടെ അവനൊന്ന് ചിരിച്ചു. എല്ലാം അവസാനിപ്പിക്കാറായവന്റെ ചിരി. എ വൈൽഡ് കിങ് സ്മൈൽ. അതെ, രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? ഒന്ന് എഴുന്നേറ്റതേ ഉള്ളൂ ഞാൻ. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. തന്നെ ചുറ്റിപ്പിടിച്ചു കരയുന്ന വേദയെ മിഴിയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരി കുറുമ്പോട് പറഞ്ഞു. അപ്പൊ തന്നെ ഇരുവരും പിടഞ്ഞു മാറി അവനെ നോക്കി. അവന്റെ ചുണ്ടിലെ കുറുമ്പ് പിടിച്ച ചിരി കണ്ട് വേദയും മിഴിയും അവനെ കൂർപ്പിച്ചു നോക്കി. ആഹാ, കുറച്ചു നാളത്തെ ഒന്നിച്ചുള്ള വാസം കൊണ്ട് കാർബൺ കോപ്പി പോലെ ആയോ? ഒരുപോലെ കണ്ണൊക്കെ കുറിപ്പിച്ചു നോക്കുന്നു. ഹരിക്കാളിയോടെ അവരോട് പറഞ്ഞുകൊണ്ട് സോഫയിലേക്കിരുന്നു. കൂടെ അവരെയും പിടിച്ചിരുത്തി. ഇനി പറയ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഹരി ഇരുവരോടും ചോദിച്ചു. എന്ത് വിശേഷം? ദേ ആ പോയ ആളുണ്ടല്ലോ, ഞങ്ങൾ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയായിരുന്നു. മിഴി അവനോട് പറഞ്ഞു. അത് കേട്ട് ഹരി ഒന്ന് ചിരിച്ചു. വേദ അപ്പോഴും കണ്ണുകൾ കൊണ്ട് ചുറ്റും കണ്ണോടിച്ചു. ബാൽക്കണിയിൽ നിന്നും കേൾക്കുന്ന യാദവിന്റെ ശബ്ദവും സിഗരറ്റിന്റെ സ്മെല്ലും താൻ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ അവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായി. വേദയുടെ ഉള്ളുപിടഞ്ഞുകൊണ്ട് അവർ നാലുപേരും പിരിഞ്ഞ് ആ ദിവസത്തെ അവളുടെ ഓർമ്മയിലേക്ക് പോയി. അന്ന് ഹരിയുടെ അടുത്തേക്ക് മിഴിയെ പറഞ്ഞയച്ച് കിച്ചണിൽ നിന്ന സമയം. കഴിക്കാനുള്ള ഫുഡെല്ലാം കാസ്ട്രോളിലാക്കി വയ്ക്കുമ്പോഴാണ് ഏറെ പരിചിതമായ പെർഫ്യൂം സ്മെൽ അടുത്തറിഞ്ഞത്. തിരിഞ്ഞു നോക്കാതെ തന്നെ അങ്ങനെ നിന്നത്. തൊട്ടുപുറകിലായി ആസാമിബി പറഞ്ഞു. കണ്ണിൽ നിന്ന് എത്ര പിടിച്ചു വെക്കാൻ നോക്കിയിട്ടും കണ്ണുനീർ ഓരോ തുള്ളിയായി കിച്ചൺ സ്ലാബിൽ വീണുകൊണ്ടിരുന്നു. വേദ. അർജുന്റെ ശബ്ദം അവളുടെ കാതിനരികിലെത്തി നിന്നു. വേദ അങ്ങനെ തന്നെ നിന്നതല്ലാതെ അവനെ നോക്കുകയോ ഒന്ന് മൂളുകയോ പോലും ചെയ്തില്ല. നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലെങ്കിലും നീയായി എന്നിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടാവുമെന്നും അറിയാം. പക്ഷെ നിനക്ക് തരാൻ ജീവനോ ജീവിതമോ എനിക്കില്ല. എനിക്ക് വലുത് എന്റെ ലക്ഷ്യം തന്നെയാണ്. അതിൽ ഒരുറപ്പുമില്ലാത്ത ജീവിതമാണ് നീ എന്നോട് ചോദിക്കുന്നത്. നീ ചോദിച്ചില്ലേ, ഹരിക്കോ മിഴിക്കോ കമ്പനിക്കോ വേണ്ടിയാണോ നിന്നെ ഞാൻ ഒപ്പം കൂട്ടിയതെന്ന്? അങ്ങനെ ഒരു കള്ളം ഞാൻ ഇനിയും തുടരുന്നില്ല. കാരണം നീ എന്റേതാണ്, എന്റേത് മാത്രം. അർജുൻ ദേവിന് ഒരു പാതിയുണ്ടെങ്കിൽ, ഒരു പകരക്കാരി ഉണ്ടെങ്കിൽ അത് നീയാണ്. അവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ സ്വന്തമാക്കിയത്. അർജുൻ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് തിരിച്ചു നിർത്തി. അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തുടച്ചു നീക്കാതെ തന്നെ അവൻ അവളുടെ മുഖം ഉയർത്തി. ഇന്ന് നിനക്കായി, നിനക്ക് മാത്രമായി അർജുൻ ദേവ് ഒരു വാക്ക് നൽകാം. എന്റെ ശരീരത്തിൽ അവസാന ശ്വാസം ബാക്കിയുണ്ടെങ്കിൽ നിനക്കായി ഞാൻ തിരിച്ചു വരും. കാത്തിരിക്കാനും പ്രതീക്ഷിക്കാനോ ഞാൻ പറയുന്നില്ല. പക്ഷെ നിനക്ക് കുറച്ച് വിശ്വസിക്കാം. ഉറപ്പോടെ ആർക്കു മുന്നിലും തലയുയർത്തി നിൽക്കാം. നീ അർജുൻ ദേവിന്റെ പാതിയാണെന്ന അധികാരത്തിൽ. ആ ധൈര്യമാണ് ഞാൻ നിനക്ക് നൽകുന്നത്, മൈ ലവ്. അർജുൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് നെറ്റിമുട്ടിച്ചു വെച്ചു. വേദയുടെ അടക്കിയുള്ള കരച്ചിൽ ചീലുകൾ പുറത്തു വന്നത്. അർജുന്റെ കൈ അവളെ വലയം ചെയ്തു. എന്റെ പ്രണയം നീയാണ് വേദ. ആ പ്രണയമാണ് ഇനി നിനക്കുള്ള ധൈര്യം. അർജുൻ ദേവിന്റെ പെണ്ണ്. ആർക്കു മുന്നിലും ഒന്നിനും പതരരുത്. മരണം മുന്നിൽ കണ്ടാലും അവസാനം വരെ പോരാടണം. ഞാനുണ്ട് നിനക്ക്, അവസാനം വരെ ഉണ്ടാവും. ഈ പ്രണയത്തിന്റെ അവകാശി എന്നും നീയാണ്. അർജുൻ പറഞ്ഞത് വേദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അർജുൻ അവളെ ചേർത്ത് പിടിച്ചതല്ലാതെ പിന്നീടൊന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് അവളെ മാറ്റി നിർത്തി പോക്കറ്റിൽ നിന്നും ഒരു ചെയിൻ എടുത്ത് അവളുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. എന്റെ അമ്മയുടേതാണ്, നിനക്കായി എന്നെ ഏൽപ്പിച്ചത്. തിരികെ വരുന്നതുവരെ ഇതാണ് ഞാൻ നിനക്ക് നൽകുന്ന സത്യം. ലവ് യു വേദ. അർജുൻ പറഞ്ഞുകൊണ്ട് മുഖമുയർത്താതെ ഏങ്ങിക്കഴിയുന്നവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വേദ ആ ചെയിൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ ആ നിലത്തിരുന്നു കഴിഞ്ഞു. അവൾക്ക് സങ്കടവും സന്തോഷവും ഒരുപോലെ തോന്നി. ഇത്രയും നാൾ തന്നിൽ നിന്ന് ദൂരെയാണെന്ന് വിചാരിച്ച പ്രണയം ഇന്ന് തനിക്ക് സ്വന്തമാണ്. ആ മനസ്സിൽ വേദയുണ്ട്. വേദയാണ് അർജുൻ ദേവിന്റെ പ്രണയം. വേദ കണ്ണുകൾ അമർത്തി തുടച്ച് പിടഞ്ഞെഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയത്. ഹരിയും മിഴിയും ഗാഡ്സും വന്നിരുന്നു. അവന്റെ വ്യക്തിയുള്ള നോട്ടം തനിക്ക് നേരെ വന്നത്. ഉള്ളിലെ സന്തോഷവും സങ്കടവും അടുപ്പിപ്പിടിച്ച് അവൾ തിരിഞ്ഞു കിച്ചണിലേക്ക് തന്നെ നടന്നു. ലച്ചു, നീ എന്താ ആലോചിക്കുന്നേ?
ഹരിയുടെ വിളിയാണ് അവളെ ഓർമ്മയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. വേദ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഒന്നുമില്ല ശ്രീ, ഞാൻ വെറുതെ ഓരോന്ന്. അല്ല, നിന്റെ ട്രീറ്റ്മെന്റിന് 6 മാസം പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ 2 മാസമല്ലേ ആയിട്ടുള്ളൂ, അതെന്താ? വേദ അവനോട് ചോദിച്ചു. അന്ന് ഇവിടെ നിങ്ങളെ ആക്കി പോയപ്പോ തന്നെ ഉറപ്പിച്ചതായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തിരിച്ചു വരണമെന്ന്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. എഴുന്നേറ്റ് നിന്ന് ഡോക്ടറിനെ കൺവിൻസ് ചെയ്ത് ഏട്ടന്റെ കാലും പിടിച്ചിങ്ങ് പോന്നു. ഹരി അവളോട് പറഞ്ഞത് രണ്ടുപേരും അവന്റെ കയ്യിൽ അമർത്തിപ്പിച്ച്. ഹാവ്, നിങ്ങൾക്കിത് എന്താ ഹേ? കൈ പിച്ചി പറിച്ചു. ഹരി മുഖം വീർപ്പിച്ചു. ഇവിടെ എന്ത് അത്യാവശ്യം ഇരുന്നിട്ടാ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നേ? ഭേദമായി കഴിഞ്ഞിട്ട് വരായിരുന്നില്ലേ? മിഴി ചോദിച്ചു. വേദ അത് തന്നെ എന്ന പോലെ അവനെ നോക്കി. നിങ്ങളിവിടെ ഒറ്റയ്ക്ക്, എനിക്കൊരു സമാധാനവുമില്ല. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നില്ലേ? നിങ്ങൾ കൂടെ ഇല്ലാതെ എനിക്ക് വയ്യ, ഹരി ഇളിയോടെ പറഞ്ഞു. ഇനി ഫിസിയോതെറാപ്പി ചെയ്താൽ മതിയോ, അതോ വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കണോ? വേദ അവനോട് ചോദിച്ചു. ഇനി കുറച്ച് ടെസ്റ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അവിടുത്തെ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തത് ഇവിടുത്തെ ഹിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. അതിനി 1 മാസം കൂടി വരും, ഹരി പറഞ്ഞത്. വേദ അവനെ ഒന്ന് നോക്കി ചിരിച്ചു. ഇനി നിങ്ങൾ പറഞ്ഞ വിശേഷം, ഞാൻ എന്റെ ഏട്ടനെ ഒന്ന് പോയി നോക്കട്ടെ, മിഴി കുറുമ്പോട് പറഞ്ഞ് ഹരിയെ നോക്കി കണ്ണു കാണിച്ചുകൊണ്ട് അർജുന്റെ അടുത്തേക്ക് പോയി. വേദയുടെ ബാൽക്കണിയിലേക്കുള്ള ശ്രദ്ധ കണ്ടാണ് മിഴി അങ്ങനെ പറഞ്ഞത്. ഹരി സ്നേഹത്തോടെ വേദയെ നോക്കിയിരുന്നു. പക്ഷെ വേദയ്ക്ക് മിഴി അർജുന്റെ അടുത്തേക്ക് പോയപ്പോൾ മുതലുള്ള പിടപ്പാണ്. കണ്ണൂർ ഇനിയും ക്ഷമിക്കാൻ കഴിയില്ലെന്ന പോലെ പരിഭവം പറഞ്ഞു തുടങ്ങി. എന്റെ ഏട്ടന്റെ ഭാഗ്യമാണ് എന്റെ രച്ച്. വേദനിപ്പിച്ചിട്ട് ഇത്രയും പ്രണയിക്കാൻ, അനുസരിക്കാൻ, പ്രതീക്ഷയില്ലാതെ കാത്തിരിക്കാൻ ഇവൾക്കേ കഴിയും. ഹരി ഓർത്തുകൊണ്ട് വേദയുടെ കൈ പിടിച്ചെഴുന്നേറ്റു. വേദയും എഴുന്നേറ്റതും ഹരി അവളെയും പിടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ഹരിയും വേദയും ബാൽക്കണിയിലേക്ക് ചെല്ലുമ്പോൾ അർജുന്റെ നെഞ്ചോട് ചേർന്ന് അവനോട് എന്തൊക്കെയോ പറയുന്ന മിഴിയെയാണ് കണ്ടത്.